ഈ പ്രപഞ്ചത്തിൽ ഒരു വലിയ സംഭവം നടക്കാൻ പോകുകയാ. ഹാനോക്കിന്റെ ആ പ്രവചനം വരാൻ പോകുന്ന വലിയ ന്യായവിധിയായിരുന്നെങ്കിൽ ഇവരറിഞ്ഞില്ല അപകടം ന്യായവിധിയുടെ രൂപത്തിൽ വരുമെന്ന്. യേശു വരുന്നതോടുകൂടി കൃപായുഗം തീരും. കൃപായുഗം തീർന്നാൽ രക്ഷ സൗജന്യമല്ല, പിന്നെ പേയ്മെൻ്റ് ഉള്ളതായി മാറും. ഇന്നത്തെ ആത്മീയരുടെ ലക്ഷ്യത്തിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് ദ്രവ്യാഗ്രഹമാണ്, സുഖലോലുപതയോടുള്ള സ്നേഹമാണ്. വളരെ ഗൗരവമേറിയ ഒരു വചനസത്യത്തിലേക്കാണ് ഇന്ന് രാത്രി എൻ്റെ കേൾവിക്കാരുമായി പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഉദ്ധരണികളെ നമ്മൾ ഇടകീറി പരിശോധിക്കുമ്പോൾ പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. അനധിവിദൂര ഭാവിയിൽ ഉലകിലരങ്ങേറാൻ പോകുന്ന സംഭവങ്ങളുടെ കൃത്യമായ വിവരണം വെളിപ്പാട് പുസ്തകമാണ്. നാളത്തെ പത്രവാർത്ത അത് വെളിപ്പാട് പുസ്തകമാണ്. ലോകത്തിൻ്റെ ഭാവി വെളിപ്പാട് പുസ്തകത്തിലാണ്. ക്രിസ്തു സഭയുടെ ഭാവി വെളിപ്പാട് പുസ്തകത്തിലാണ്. പാപിയുടെ ഭാവി വെളിപ്പാട് പുസ്തകത്തിലാണ്. പിശാചിൻ്റെ ഭാവി വെളിപ്പാട് പുസ്തകത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വായിക്കുന്നവനും വായിച്ച് കേൾക്കുന്നവനും കേൾപ്പിക്കുന്നവനും ഭാഗ്യവാന്മാരാണ്. അതിലേറ്റവും പ്രധാനമേറിയത് ഇന്ന് രാത്രി ദൈവസഭയുടെ ഭാവിയും ദൈവസഭയുടെ പ്രത്യാശയും. ഇതാണ് ഞാൻ വായിച്ച വാക്യത്തിൻ്റെ അന്തസത്ത. ഈജിയൻ ആഴി അവിരാമമടിച്ചുയർത്തുന്ന ജലഗണങ്ങളാൽ തുഷാരവർഷ സമാനമായ പത്മോസിൻ്റെ ഭീകരാന്തരീക്ഷത്തിലകപ്പെട്ട യോഹന്നാൻ കർത്തൃദിനം ആത്മവിവശനാകുമ്പോൾ ഒരു വെള്ളിത്തിരയിൽ ചിത്രങ്ങൾ കണക്കെ വരാൻ പോകുന്ന സംഭവങ്ങളുടെ അടുക്ക് കൃത്യമായി അഖിലാണ്ടത്തിൻ്റെ ഉടമസ്ഥൻ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതിൽ ഏറ്റവും ശക്തമായി പ്രതിപാദിക്കുകയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവെന്നത് ദൈവസഭയുടെ ഏറ്റവും വലിയ പ്രത്യാശയാണ്. ഇന്ന് രാത്രിയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവെന്ന് കേൾക്കുമ്പോൾ ആവേശം അലതല്ലുന്നത് ആത്മീകർക്ക് മാത്രമാണ്. അവരുടെ അകത്ത് ഏറ്റവും കൂടുതൽ തിരയിളക്കമുണ്ടാക്കാൻ കഴിയുന്നൊരു സന്ദേശമുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്. പാപിയോടുള്ള മുന്നറിയിപ്പിൻ്റെ അവസാന വാക്ക് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്. എന്തുകൊണ്ട് പാപിയോട് ബന്ധപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവൊരു മുന്നറിയിപ്പാകുന്നു എന്ന് ചോദിച്ചാൽ, ഇന്ന് രക്ഷ കൃപയാലാണ്. കൃപയാലുള്ള രക്ഷ അവസാനിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിലാണ്. അതായത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവോടുകൂടി കൃപായുഗം തീരും. അതാണ് ഏറ്റവും ഭയാനകമായ കാര്യം. അതുകൊണ്ട് തന്നെ ഈ ശബ്ദവാഹിനിയുടെ ശ്രവണപരിധിക്കകത്ത് ശ്രവിക്കുന്ന മിത്രങ്ങൾ മനസ്സിലാക്കണം, യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് വാതോരാതെ ഉച്ചഭാഷണയിലൂടെ പറയുമ്പോൾ മനസ്സിലാക്കണം, യേശു വരുന്നതോടുകൂടി കൃപായുഗം തീരും. കൃപായുഗം തീർന്നാൽ രക്ഷ സൗജന്യമല്ല, പിന്നെ പേയ്മെൻ്റ് ഉള്ളതായി മാറും. അതായത് ഒരു മനുഷ്യൻ്റെ പ്രാണൻ്റെ വീണ്ടെടുപ്പിൻ്റെ വില മുഴുലോകത്തേക്കാൾ വലുതാണെങ്കിൽ പിന്നീട് രക്ഷ വേണമെങ്കിൽ പ്രാണൻ തന്നെ കൊടുക്കേണ്ടി വരും. ഇന്നത് വേണ്ട, ഇന്ന് വിശ്വാസത്താലാണ് രക്ഷ. അതുകൊണ്ട് തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവെന്ന വിഷയത്തെ ഞാൻ ലളിതമായ രീതിയിൽ പറയാൻ ആഗ്രഹിക്കുക. ഇന്ന് രാത്രി എൻ്റെ സന്ദേശത്തിൻ്റെ ആകത്തുക ദൈവസഭയുടെ ഏറ്റവും വലിയ ഭാവി പ്രത്യാശയായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്. അതായത് കർത്താവായ യേശുനാഥൻ ഉലകിലായിരുന്നപ്പോൾ 6 ഇടങ്ങളിൽ നടത്തിയ സന്ദേശത്തിൻ്റെ ആകത്തുക മടങ്ങിവരവായിരുന്നു. ഫിലിപ്പിൻ്റെ കൈസരിയിൽ നസ്രായൻ പറഞ്ഞത് ഞാൻ വേഗം വരുമെന്ന ഓർമ്മപ്പെടുത്തലാണ്. കർത്താവ് ശിഷ്യന്മാരുമായി പെസഹ ആചരണത്തിൻ്റെ മാളികമുറിയിൽ ഇരിക്കുമ്പോൾ അവരുടെ കാതിൽ പറഞ്ഞു കൊടുത്തു, ഇതാ ഞാൻ വേഗം വരാൻ പോകുകയാണ്. കർത്താവായ യേശുനാഥൻ ഒലിവുമലയിൽ വെച്ച് ശിഷ്യപടിനടങ്ങൾ ഉൾപ്പെടുന്ന കൂട്ടത്തോടായി പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരാൻ പോകുകയാണ്. കയ്യഫാവിൻ്റെ മുൻപിൽ കഷ്ടാനുഭവത്തിൻ്റെ ആ രാത്രി പറഞ്ഞു കൊടുത്തു, ആകാശ മേഘങ്ങളെ തേരാക്കി മനുഷ്യപുത്രൻ വരാൻ പോകുകയാണ്. വീണ്ടും നസ്രായൻ ഉയർത്തെഴുന്നേറ്റ ശേഷം തിബരിയോസ് കടൽക്കരയിൽ വെച്ച് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ വീണ്ടും വരുമെന്ന്. ശേഷം നസ്രായൻ പത്മോസിൻ്റെ ഭീകരതയിൽ ആ ഞരങ്ങി നിൽക്കുന്ന യോഹന്നാൻ്റെ കാതിൽ പറയുന്ന വാക്കാണ്, ഇതാ
ഞാൻ വേഗം വരുന്നു. അതുകൊണ്ട് തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 6 ഇടങ്ങളിലെ സന്ദേശത്തിൻ്റെ ആകത്തുക മടങ്ങിവരവാണെങ്കിൽ ഇന്ന് രാത്രി കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞെങ്കിൽ ഇത് ഇരുട്ടിലെ മുഷ്ടിയുദ്ധമല്ല, ഊഹാപോഹമല്ല, കെട്ടുകഥയല്ല, കിഴവിക്കഥയല്ല. ഒരു ക്രിസ്തു ഭക്തൻ്റെ ഭാവി പ്രത്യാശ വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ ഇന്ന് രാത്രി ചരിത്രത്തിൽ നിറവേറാൻ പോകുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യമായി നിലകൊള്ളുകയാണ്. അതുകൊണ്ട് ഈ ഗ്രൗണ്ടിൽ ഒത്തുകൂടി ആത്മീകർക്ക് പറയാൻ പറ്റും, ഞങ്ങളുടെ പ്രാണനാഥൻ വരും, അന്നാണ് ഞങ്ങൾ ആഹ്ലാദ ചിത്തരാകാൻ പോകുന്നത്. കർത്താവായ യേശുക്രിസ്തു വരുമോ എന്ന ചോദ്യത്തിന് യേശുക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ചുള്ള പഴക്കം ചെന്നൊരു പ്രവചനം, ആ പ്രവചനം പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കും. അപ്പോൾ യേശുക്രിസ്തു വരുമോ എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവ് ആദ്യത്തെ വേദപുസ്തകത്തിൻ്റെ പ്രവചനമാണ്. വേദപുസ്തകത്തിലെ ആദ്യത്തെ പ്രവചനം ഏതാണെന്നല്ലേ? ആരാ പ്രവചിച്ചെന്നുമല്ലേ? യൂദായുടെ ലേഖനത്തിലാണ്. യൂദായുടെ ലേഖനം 14 15 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ആദാം മുതൽ 7-ാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. പ്രൈസ് ദി ലോർഡ്. ആദാം മുതൽ 7-ാമനായ ഹാനോക്ക്, വേദപുസ്തകത്തിലെ ആദ്യത്തെ പ്രവാചകൻ ഹാനോക്ക് എന്ന പ്രവാചകൻ. ആദാം മുതൽ 7-ാമനായ ഹാനോക്കാണ് ആദ്യത്തെ പ്രവാചകൻ. ആ പ്രവാചകന്റെ ആദ്യത്തെ പ്രവചന ശബ്ദം എന്താണെന്നല്ലേ? ആ പ്രവചന ശബ്ദം ഇതല്ല. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനോട് ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ പ്രവചനം മൊഴിയുന്നത് ഹാനോക്ക് എന്ന പ്രവാചകനാണ്. ആദാം മുതൽ 7-ാമനായ ഹാനോക്ക്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പ്രവചനം യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് പ്രവചിക്കുന്നത് ഹാനോക്കാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കണം, വേദപുസ്തകത്തിൻ്റെ പഴക്കത്തോളമുണ്ട് യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിനെക്കുറിച്ചുള്ള പ്രവചനമെങ്കിൽ വേദപുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അഖിലാണ്ടത്തിൻ്റെ ഉടമസ്ഥനായ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലെ ഒരു വലിയ പദ്ധതിയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവെങ്കിൽ ഇന്ന് രാത്രി ആ മടങ്ങി വരവിനെ പ്രതീക്ഷ വച്ചിരിക്കുന്ന ആത്മീയർ ഉറപ്പിച്ച ഹൃദയത്തിൽ ആവേശത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കാരണം നാം കാത്തിരിക്കുന്ന പ്രത്യാശ അത് ഇന്നിൻ്റെ പ്രത്യാശയല്ല, ജീവനുള്ള പ്രത്യാശയാണ്. അത് അനധിവിദൂര ഭാവിയിൽ ഈ തലമുറയിൽ നിറവേറാൻ പോകുന്ന ചരിത്ര യാഥാർത്ഥ്യമായി നിലകൊള്ളാൻ പോകുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ആമേൻ മരിച്ച് മൺമറഞ്ഞ ഒരു ദൈവത്തിൻ്റെ മുൻപിലല്ല നമ്മൾ ഇന്ന് രാത്രി ആവേശഭരിതരാകുന്നത്. കല്ലറയെ ഭേദിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗോന്നതങ്ങളിൽ വസിക്കുന്ന ജീവനുള്ള താൻ മാത്രം അമർത്യതയുള്ള അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന മനുഷ്യർ കണ്ടിട്ടില്ലാത്ത കാണാൻ കഴിയാത്തവനായ അമർത്യതയുള്ള ആ മഹാദൈവം ഇനി തേജോമയനായി വീണ്ടും വരുമെന്നത് വേദപുസ്തകത്തിൻ്റെ ആരംഭം മുതലുള്ള പ്രവചന ശബ്ദമാണ്. അപ്പോൾ ഒരു പ്രവാചകൻ തൻ്റെ പ്രവചനം, അതിൻ്റെ ആ പ്രവചനത്തിൻ്റെ യാഥാർത്ഥ്യം മാത്രമല്ല, ആ പ്രവചനത്തിൻ്റെ ആസ്തിക്യവും പ്രവചനത്തിൻ്റെ വിശ്വസ്തതയുമൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആ പ്രവചിച്ച പ്രവാചകനെ ഒന്നറിയണം. പ്രവചിച്ച പ്രവാചകൻ്റെ മുൻ പ്രവചനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൂടെ ഒന്ന് ചികഞ്ഞു നോക്കണം. അതായത് ഹാനോക്കിൻ്റെ പ്രവചനത്തിലെ ആദ്യ പ്രവചനം ഇതല്ല, പകരം കർത്താവിൻ്റെ വരവിനോടുള്ള ആദ്യ പ്രവചനമാണ് നാം യൂദയിൽ വായിച്ചതെങ്കിൽ കർത്താവിൻ്റെ ദാസൻ ഈ ഹാനോക്കിൻ്റെ ആദ്യ പ്രവചനം എന്താ? ഹാനോക്കിനെ കുറിച്ച് വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകമാണ്. 5-ാം അധ്യായത്തിൻ്റെ 21, 22, 23 വാക്യത്തിലുണ്ട്. വായിക്കുന്നത് ഹാനോക്കിന് 65 വയസ്സായപ്പോൾ ഹാനോക്ക് ഒരു മകനെ ജനിപ്പിച്ചു. ആ മകന് പേരിട്ടു മെഥുശലേഹ്. പിന്നീട് 300 വർഷം ദൈവത്തോട് കൂടെ നടന്നു. അപ്പോൾ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നത് 300 വർഷമാണ്. തൻ്റെ ആകെ ആയുഷ്കാലം 365 365 വയസ്സ് മാത്രമുള്ള മനുഷ്യൻ 65-ാം വയസ്സിൽ ദൈവത്തോട് കൂടെ നടക്കാൻ തുടങ്ങി. അതായത് 301, 290
99 300 അങ്ങനെ കൃത്യമായി രേഖപ്പെടുത്താൻ കാരണം 65-ാം വയസ്സിൽ തൻ്റെ ജീവിതത്തിൽ നടന്ന എന്തോ ഒരു മാറ്റമുണ്ട്. അതൊരു എൻകൗണ്ടറായിരുന്നു. എന്താണ് ആ എൻകൗണ്ടർ എന്ന് ചോദിച്ചാൽ, തൻ്റെ ജീവിതത്തിൽ 65-ാം വയസ്സായിരിക്കുമ്പോൾ ഒരു ദൈവിക ഇടപെടൽ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ദൈവത്തോട് കൂടെ നടക്കത്തക്കവണ്ണമുള്ള ഒരു എൻകൗണ്ടർ തൻ്റെ ലൈഫിലുണ്ടായി. ആ എൻകൗണ്ടറിൽ തനിക്ക് ലഭിച്ച ദർശനം, തനിക്ക് ലഭിച്ച വെളിപ്പാട്, അന്ന് അതേ വർഷം തന്നെ തനിക്കൊരു മകനുണ്ടായി. ആ മകൻ ജനിച്ച മാത്ര ആ ദർശനം ആ മകന് പേരായിട്ടു മെതുശലേഹ്. മെതുശലേഹ് എന്ന പേര് തൻ്റെ മകൻ്റെ മേൽ ഹാനോക്ക് ചാർത്തുമ്പോൾ അതൊരു പ്രവചനമാണ്. എന്താണെന്നറിയാമോ? അവൻ്റെ ശേഷം അത് സംഭവിക്കും. അവൻ്റെ ശേഷം അത് സംഭവിക്കുമെന്ന് കൃത്യമായി പ്രവചിച്ച് ആ മെതുശലേഹ് എന്ന പേര് ചാർത്തി ആ മകനെ വീട്ടിലാക്കി 300 കൊല്ലം ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ ഈ ആദ്യത്തെ പ്രവചനത്തിൻ്റെ ആഴമുണ്ട്. ഈ ആദ്യത്തെ പ്രവചനം മെതുശലേഹ് എന്ന ആ ശബ്ദം പ്രവചനമായി അവിടെ ഉറക്കെ പറയുമ്പോൾ ആ വീട്ടിൽ നടന്ന മാറ്റങ്ങൾ എന്താ? ആദാം മുതൽ 7-ാമനായ ഹാനോക്ക് ഈ പ്രവചനം തൻ്റെ തലമുറയ്ക്ക് പേരായിടുമ്പോൾ അന്ന് ഒരു മരണമേ നടന്നിട്ടുള്ളൂ. ആ മരണം ഹാബേലിൻ്റെ മരണമാണ്. പിന്നീട് ആ കുടുംബത്തിൽ ഒരു മരണവും നടന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? ആദാം വരെ ജീവിച്ചിരിക്കുമ്പോൾ അഖിലാണ്ടത്തിൻ്റെ ഉടമസ്ഥനായ ദൈവത്തിൻ്റെ ശക്തമായ പ്രവചന ശബ്ദമാണ് ഇവിടെ കേട്ടത്. മെതുശലേഹ്, അവൻ്റെ മരണശേഷം അത് സംഭവിക്കും. അപ്പോൾ എന്താണ് ആ പ്രവചനത്തിൻ്റെ ആഴം? ഉൽപ്പത്തി പുസ്തകം 5-ന്റെ 25, 28 ഈ വാക്യങ്ങളിൽ ഇങ്ങനെ ചില വാക്കുകളുണ്ട്. മെതുശലേഹിന് 182 വയസ്സായപ്പോൾ, 187 വയസ്സായപ്പോൾ അവൻ ലാമേക്കിനെ ജനിപ്പിച്ചു. അപ്പോൾ മെതുശലേഹിന് 187 വയസ്സായപ്പോൾ ഒരു മകനുണ്ടായി, ലാമേക്ക്. ലാമേക്കിന് 182 വയസ്സായപ്പോൾ നോഹ ജനിച്ചു. അപ്പോൾ ലാമേക്കിന് 182 വയസ്സായപ്പോൾ നോഹ ജനിച്ചെങ്കിൽ, നോഹ ജനിക്കുമ്പോൾ മെതുശലേഹിൻ്റെ പ്രായം 187 അധികം 182 369. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, നോഹ ജനിക്കുമ്പോൾ ഈ മെതുശലേഹിൻ്റെ പ്രായം 369. ഇനി ഉൽപ്പത്തി 7-ന്റെ 6 ഭൂമിയിൽ ജലപ്രളയമുണ്ടാകുമ്പോൾ നോഹയ്ക്ക് 600 വയസ്സായിരുന്നു. അതിൻ്റെ അർത്ഥമെന്താ? ഭൂമിയിൽ ജലപ്രളയമുണ്ടാകുമ്പോൾ പ്രായം മെതുശലേഹിന് 969. അപ്പോൾ 969 വയസ്സുള്ള മെതുശലേഹിൻ്റെ മരണശേഷം നടന്ന ഏറ്റവും വലിയ സംഭവം ഭൂമിയിലെ ജലപ്രളയമായിരുന്നു. അതായത് ഒരു ന്യായവിധിയുടെ സന്ദേശമാണ്. അപ്പോൾ ഒരു വലിയ ന്യായവിധിയുടെ ആലോചന ആദ്യമായി പ്രവചിച്ച പ്രവാചകൻ ഹാനോക്കായിരുന്നു. ഹാനോക്കിൻ്റെ ആ പ്രവചനം വരാൻ പോകുന്ന വലിയ ന്യായവിധിയായിരുന്നെങ്കിൽ ആ തലമുറയിൽ തന്നെ ആ പ്രവചനം നിവർത്തിയായി എങ്കിൽ ഇന്ന് രാത്രി അതൊരു കെട്ടുകഥയല്ലെന്നുള്ളതിൻ്റെ തെളിവെന്താ? നമുക്കറിയാം, തുർക്കിയുടെ സമീപത്ത് മൗണ്ട് അരാരാത്തിൽ 200 അടി ഹിമപാളികൾക്കകത്ത് സാറ്റലൈറ്റ് ഒരു ദൃശ്യം നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരു പേടകത്തിൻ്റെ ദൃശ്യമാണ്. ശാസ്ത്രജ്ഞന്മാർ കൃത്യമായി പറയുന്നു നോഹയുടെ പേടകമായിരുന്നു അത് എന്ന് കൃത്യമായി പറയുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പ്, ഹാനോക്കിൻ്റെ 1-ാമത്തെ പ്രവചനവും ഉണ്ടായിരുന്നു. ആ പ്രവചനത്തിൻ്റെ ബാക്കി പത്രമായി അഖിലാണ്ടത്തിൻ്റെ ഉടമസ്ഥനായ ദൈവം ഈ ഭൂമിയിൽ പാപിയെ ന്യായം വിധിച്ചു എന്നും ഒരു കൂട്ടം 8 പേരടങ്ങുന്ന സംഘം പെട്ടകത്തിൽ കൂടെ കയറി രക്ഷപ്പെട്ടു എന്നും ചരിത്രം ഉറപ്പിച്ചു പറയുന്നെങ്കിൽ ഇന്ന് രാത്രി ഉച്ചഭാഷണിയുടെ പരിധിയിൽ ശ്രമിക്കുന്ന മിത്രങ്ങൾ മനസ്സിലാക്കണം, ആദ്യത്തെ പ്രവാചകന്റെ ആദ്യത്തെ പ്രവചനം ചരിത്രത്തിൽ നിറവേറിയെങ്കിൽ ഇന്ന് രാത്രി അതാ മനസ്സിലാക്കേണ്ടത്. തൻ്റെ 2-ാമത്തെ പ്രവചനം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവാണെങ്കിൽ ഇന്ന് രാത്രി ഉറപ്പിക്ക്, 1-ാമത്തെ പ്രവചനം കൃത്യമായി നിറവേറിയെങ്കിൽ 2-ാമത്തെ പ്രവചനം ഈ തലമുറയിൽ നിറവേറുമെന്ന് ഉറപ്പുള്ളവർ ആ കരം തട്ടി അല്പസമയം അധരം തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്യ്. എന്റെയും നിന്റെയും ഭാവി പ്രത്യാശ പൂവണിയാൻ സമയമായി. പ്രൈസ് ദി ലോർഡ്. ഹാനോക്കിൻ്റെ ആദ്യ പ്രവചനം ന്യായവിധിയുടെ പ്രവചനമാകുമ്പോൾ ആ പ്രവചനം കൃത്യമായി നിറവേറിയെങ്കിൽ ആ പ്രവചനത്തെ കർത്താവായ യേശു
ക്രിസ്തുവിൻ്റെ വരവിനോട് ബന്ധപ്പെട്ട് തൻ്റെ പ്രവചനത്തെ ഇവിടെ രേഖപ്പെടുത്തുന്ന പദം ഇങ്ങനെയാണ്. ആ വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ ഇവരും അവരും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് മുൻപ് സംഭവിക്കുന്ന സംഭവങ്ങൾക്ക് കൃത്യമായൊരു മാനം കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. കർത്താവിനോട് ചോദിച്ചു ശിഷ്യഗണങ്ങൾ, നസ്രനാഥ, അങ്ങയുടെ വരവെപ്പോഴാണ്? കർത്താവ് പറഞ്ഞു, നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രൻ്റെ വരവാകുമെന്ന് കൃത്യമായി പ്രവചിച്ചെങ്കിൽ ഇവിടെ ഹാനോക്കിൻ്റെ പ്രവചനം ആ സംഭവവുമായി കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ പറയുന്നു അവർ ഇവർ. എന്താണെന്നറിയാമോ? നോഹയുടെ കാലഘട്ടം പോലെ മനുഷ്യപുത്രൻ്റെ വരവാകുമെന്ന് പറയണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ വരവിന് മുൻപ് നോഹയുടെ കാലം പോലൊരു കാലം വരുമെന്ന് പറഞ്ഞെങ്കിൽ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? ഇവിടെ നിന്ന് രണ്ട് കൂട്ടത്തെ കാണാം. അവരും ഇവരുമാണ്. ആരാണവർ, ആരാണിവർ? ഇന്ന് രാത്രി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് നോഹയുടെ കാലം പോലെ കാലമെന്ന് പറയണമെങ്കിൽ അവരും ഇവരും എന്നതോടൊന്ന് പറഞ്ഞാലേ അത് മനസ്സിലാകുകയുള്ളൂ. എന്താണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന അവര്, ഇവരെക്കുറിച്ച് പറയുക. അവരെ ഇപ്പം ഇവരാരാന്നറിയണമെങ്കിൽ ഇവിടെ കായിൻ്റെ വഴിയിൽ അവർ നടന്നു. അവർ കായിൻ്റെ വഴിയിൽ നടന്നു. അവർ കൂലി കുതിച്ചു. അവർ ബിലയാമിൻ്റെ വഞ്ചലിൽ കുടുങ്ങി. ഈ അവരാരാ? അപ്പൊ ശ്രദ്ധിച്ചോളൂ, അവർ കായിൻ്റെ വഴിയിൽ നടന്നു എന്ന് പറയണമെങ്കിൽ കായിനാരാ? ഈ കായിൻ ദൈവഹിതം വിട്ട് പാപത്തിലേക്ക് വീണ് കഴിഞ്ഞപ്പോൾ അബദ്ധസഞ്ചാരത്തിൻ്റെ മാർഗമായി മാറിയ കായിൻ്റെ വംശപരമ്പരയെ കാണാൻ കഴിയും. രണ്ട് കുടുംബത്തെയാണ് ഉൽപ്പത്തി പുസ്തകം വിവരിക്കുന്നത്. ഒന്ന് കായിൻ്റെ കുടുംബവും മറ്റൊന്ന് ശേത്തിൻ്റെ കുടുംബവും. ശേത്തിൻ്റെ കുടുംബത്തിലാണ് നമ്മൾ ഈ കാണുന്ന ഹാനോക്കുള്ളത്. ഈ ശേത്തിൻ്റെ കുടുംബത്തിലാണ് നോഹയുള്ളത്. എന്നാൽ മറുഭാഗത്തൊരു കുടുംബമുണ്ട്, കായിൻ്റെ കുടുംബമാണ്. കായിൻ്റെ കുടുംബം കായിൻ്റെ വഴിയിൽ നടക്കണം. എന്നാൽ ഇവിടെ അതല്ല. കായിൻ്റെ കുടുംബം കായിൻ്റെ വഴിയിൽ നടന്നല്ല, ശേത്തിന്റെ കുടുംബം കായിന്റെ വഴിയിൽ കയറി നടക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി കർത്താവിന്റെ വരവിന് മുൻപ് നോഹയുടെ കാലം എന്ന് പറയുമ്പോൾ നോഹയുടെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ഗതികേട് ശേത്തിന്റെ കുടുംബത്തിന്റെ പ്രത്യേകത ദൈവത്തെ ആരാധിക്കുന്ന കുടുംബമാണ്, ദൈവത്തോട് കൂടെ നടന്ന കുടുംബമാണ്, പ്രവചനം കേട്ട കുടുംബമാണ്, ദൈവിക അരുളപ്പാട് പ്രാപിച്ച കുടുംബമാണ്, വിശുദ്ധിക്ക് വേണ്ടുന്ന കുടുംബമാണ്. ഈ കുടുംബം വഴിവിട്ട് കായിന്റെ വഴിയിൽ കയറി. ഈ കാലഘട്ടത്തിൽ പുറത്തുള്ളവർക്ക് മനസ്സിലാകാനും അകത്തുള്ളവർക്ക് ഗ്രഹിക്കാനും കഴിയുന്ന പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇന്ന് ആത്മലോകത്തെ വിവേചിക്കുന്ന ഒരു ആത്മീകനറിയാം, നോഹയുടെ കാലം പോലെ കാലമെത്തി കർത്താവിൻ്റെ വരവ് ഉടനെ ഉണ്ടാകുമെന്ന് കൃത്യമാണ്. ഞാനതിന് കൃത്യമായ ഒരു വിവരണം വേഗത്തിൽ നൽകാം. ഇവിടെ കായിൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യം എന്താ? കായിൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യം എഴുതിയിരിക്കുന്നു. കായിൻ തൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യം പറയുന്നു. പട്ടണം പണിതു, മകൻ്റെ പേര് പട്ടണത്തിനിട്ടു. വീണ്ടും നമ്മൾ നോക്കുമ്പോൾ ഉൽപ്പത്തി 4:17 മുതൽ ഒരു കുടുംബമുണ്ട്. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കിൻ്റെ പറയുമ്പോൾ ഇവിടെ പറയുന്നത് കായിൻ്റെ ഏഴാമൻ്റെ പേര് ലാമേക്ക് എന്നാ. ലാമേക്ക് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എഴുതിയിരിക്കുന്നു. കായിൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യമാണ്. ലാമേക്കിൻ്റെ വീട്ടിൽ 2 ഭാര്യമാരുണ്ട്. ആദാ, സില്ല. ആദാ, അഡൂം, ഏദോം. ആദാ എന്ന വാക്കിൻ്റെ എബ്രായ വാക്കിൻ്റെ അർത്ഥം ഓർണമെൻറ്റ്സ് എന്നാണ്. ഓർണമെൻറ്റ്സ്. അപ്പോൾ ഇതാണ് ആദാ. അപ്പോൾ ഓർണമെൻറ്റ്സ്, ഇനി വിവരണം വേണ്ട. അപ്പോൾ ഒന്നാമത്തെ ഭാര്യയുടെ പേര് ഓർണമെൻറ്റ്സ്. ഇന്ന് ഏറ്റവും വലിയ ചർച്ച എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ വരവിനെ കുറിച്ചൊന്നുമല്ല, ഓർണമെൻറ്റ്സ് ഇടാമോ ഇല്ലയോ എന്ന്. വെറുതെ ഇരുന്നങ്ങ് ചർച്ച, യൂട്യൂബിൽ ചുമ്മാ ഇരുന്നങ്ങ് ചർച്ച. ഇത് ഗുണമൊന്നുമില്ല. ഇടണോ ഇട്ടാൽ എന്നെ കുഴപ്പം, ഇട്ടില്ല തന്നെ. എടാ പോകുമോ നീ? യേശു വരും, പോകുമോ? അതാദ്യം ചിന്തിക്കേ. അതാ ആദാ, ഓർണമെന്റ്സ്. ഇനി രണ്ടാമത്തത് സില്ല, ട്വിങ്കിൾ, മിനുങ്ങുന്നവൾ. നല്ല മിനുക്കോ, എവിടെ ചെന്നാലും മിനുങ്ങി നിൽക്കും. ഇപ്പം ഞാനീ പറയുന്നത് കായിൻ്റെ കുടുംബം. നിങ്ങൾക്കങ്ങനെ നിങ്ങളാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ ആ വീട്ടിലാണ്. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. കായിൻ്റെ കുടുംബത്തിൻ്റെ പ്രത്യേകതയാണ്. കായിൻ്റെ കുടുംബം ആദ്യത്തെ ബഹുഭാര്യ സമ്പ്രദായമോടെയാണ്. കായിൻ്റെ കുടുംബത്തിൻ്റെ അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവിടുത്തെ അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓർണമെൻറ്റ്സ് മെയിനാണ്. രണ്ടാമത് ട്വിങ്കിൾ, മിനുങ്ങുന്നവളാണ്. എല്ലാത്തിനും മിനുകോ. പിന്നെ ഒരു മോളുണ്ട്. മോളുടെ പേര് നയമ, ബ്യൂട്ടി. എവിടെ ചെന്നാലും അതാ, ബ്യൂട്ടി പാർലർ ഇല്ലാത്തൊരു ദിവസവും ഇല്ല. ബ്യൂട്ടി.
കായിൻ്റെ കുടുംബമാണ്. ഇനി ആ വീട്ടിൽ 3 ചെറുപ്പക്കാരുണ്ട്. ഒരുത്തൻ്റെ സ്വഭാവ സവിശേഷത എഴുതിയിരിക്കുന്നത് അവൻ ശരിക്കും പറഞ്ഞാൽ റിയാലിറ്റി ഷോയാണ്. വേണു, കിന്നരം എന്നിവ ഉപയോഗിക്കുക. ലൈവിലായിരിക്കും എപ്പോഴും റിയാലിറ്റി ഷോ, അതാണ്. പിന്നെ അടുത്ത ഒരുത്തനുണ്ട്. അവൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടാരവാസികൾക്ക് റിയൽ എസ്റ്റേറ്റാണ് പുള്ളി. അതായത് വസ്തുക്കച്ചവടം, വണ്ടിക്കച്ചവടം, ബ്രോക്കർ പണി, ഇതൊക്കെയാണ്. പക്ഷെ എന്നാലും കാര്യങ്ങളൊക്കെ പോവും, ഇതുകൊണ്ട് കൂടെ. പിന്നെ അടുത്ത ഒരുത്തനുണ്ട്, അവൻ കൊട്ടേഷനാണ്. അതാണ് അവൻ ഇരുമ്പും ചെമ്പും കൊണ്ടുള്ള ആയുധം ഉണ്ടാക്കുന്നവന്. അവൻ പക്കാ കൊട്ടേഷനാണ്. അവൻ സോഷ്യൽ മീഡിയയിൽ ആരെ തകർക്കണം അവനും കൊടുത്താൽ മതി, കൊട്ടേഷൻ അവൻ തീർത്തു തരും. അവന് അതിനുവേണ്ടി തന്നെ ഫേക്ക് അക്കൗണ്ടുണ്ട്, അതിനുവേണ്ടി തന്നെ PR വർക്കുണ്ട്. ഇതായി കായിൻ്റെ കുടുംബം. ഈ കുടുംബ പാരമ്പര്യത്തിലേക്ക് ശേത്തിൻ്റെ കുടുംബം കയറി നടക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആത്മീയരറിയണം, കർത്താവിൻ്റെ വരവിന് മുൻപ് നോഹയുടെ കാലത്ത് സംഭവിച്ച കാര്യം എന്താണെന്നറിയാമോ? ഒന്നാമത്തെ ആ വലിയ ന്യായവിധിയുടെ മുൻപ് കായിൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിലേക്ക് ശേത്തിൻ്റെ കുടുംബം കയറി നടക്കാൻ തുടങ്ങി. അങ്ങനെ കയറി നടക്കുമ്പോൾ ഇവരറിഞ്ഞില്ല അപകടം ന്യായവിധിയുടെ രൂപത്തിൽ വരുമെന്ന്. അന്ന് എല്ലാവരും പാപവഴിയെ പോകുമ്പോൾ അതിൻ്റെ തെളിവുണ്ട്. പെട്ടകം കഷ്ടപ്പെട്ട് പണിതെടുക്കുമ്പോൾ നോഹയുടെ വീട്ടിൽ നിന്ന് ആകെ 8 ഉള്ളൂ. തൻ്റെ പരമ്പരകളിൽ നിന്ന് ആകെ 8 മാത്രമായി ഒതുങ്ങിയതിൻ്റെ കാരണം ഏറിയ പങ്കും മറുഭാഗത്ത് കയറിയെങ്കിൽ ഇന്ന് രാത്രി ഒരു കാര്യം അറിയണം. ഹാനോക്കിൻ്റെ 2ാമത്തെ പ്രവചനം യേശു ക്രിസ്തുവിൻ്റെ വരവാണെങ്കിൽ നോഹയുടെ കാലം പോലെ തന്നെ അത് സംഭവിക്കുമെങ്കിൽ ഈ തലമുറയിൽ പാപവഴിയിലേക്ക് മാറി നടക്കുന്ന ഒരു കൂട്ടം ആത്മീയരുണ്ട്. അവരെ നോക്കുന്ന വിശുദ്ധന്മാർ അറിയണം, യേശു വരാറായി. ഇത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന്റെ അവസാന ജനറേഷനാ. സ്തോത്രം. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ആത്മീയരുടെ അകത്തളത്തിൽ വചനത്തിൻ്റെ വെളിച്ചം അകത്തു വീശുന്നെങ്കിൽ ഇന്ന് രാത്രി നീ ഉറപ്പിച്ചോണം, നിന്റെ വീണ്ടെടുപ്പ്. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, അശുദ്ധൻ അഴിക്കാടട്ടെ. ഏതാണ് തിരുവചനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി ആത്മീയർ ഒരു കാര്യം ഉറപ്പിക്കണം. ഇന്ന് നമ്മൾ കർത്താവ് വരാറായോ എന്ന് പുറത്തോട്ട് നോക്കിയല്ല, ആകാശത്തോട്ട് പോകുന്ന ആറ്റം ബോംബിൻ്റെ കണക്കെടുത്തല്ല, പകരം നിന്റെ അടുത്തിരിക്കുന്നതിനെ സൂക്ഷിച്ചു നോക്കിയാൽ നിനക്കറിയാം യേശു വരാറായി. യേശുക്രിസ്തുവിൻ്റെ വരവിന് വേദപുസ്തകം കൊടുക്കുന്ന പ്രവചനങ്ങൾക്ക് 5 വിധ വിഭജനങ്ങളാണ്. ധാർമ്മിക ലക്ഷണമുണ്ട്, പ്രാപഞ്ചിക ലക്ഷണമുണ്ട്, ജാതീയ ലക്ഷണമുണ്ട്, പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട യഹൂദ ലക്ഷണമുണ്ട്, അടുത്തത് സഭാലക്ഷണമുണ്ട്. അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്, സഭാലക്ഷണം. ആത്മീകരെ കാണുമ്പോൾ അറിയാം യേശു വരാറായോ എന്ന്. എന്താണ് ഇന്ന് ആത്മീകർക്ക് സംഭവിച്ച ഗതികേടെന്നറിയാമോ? നിത്യതയുടെ വിത്ത് ചുമക്കാൻ ഇറങ്ങിത്തിരിച്ചവർ ഭൗതികതയിലേക്ക് വീണ് കഴിഞ്ഞു, ലോക സുഖങ്ങളിലേക്ക് വീണ് കഴിഞ്ഞു, പാപമയത്തമ ഉലകവുമായി ഇഴുകി ചേർന്ന് കഴിഞ്ഞു. ഇന്ന് ഇവിടെ എന്ത് നേടാമെന്ന ചിന്തയോടെ ജീവിക്കുന്ന ഒരു കൂട്ടം ആത്മീകരെ കാണുമ്പോൾ ഇതിനകത്ത് നൊന്തു നീറി ഞരങ്ങുന്ന നിത്യതയുടെ ദർശനമേറിയ ഒരു കൂട്ടം ഭക്തന്മാർക്കറിയാം ഇതല്ല യാഥാർത്ഥ്യം, ഇതല്ല പച്ചയായ ക്രിസ്തു ഭക്തി. ഇത് തിരിച്ചറിഞ്ഞുണരണം. ഇന്ന് രാത്രി അങ്ങനെ ഒന്ന് ഉണരാൻ എത്ര പേരുടെ അകത്ത് ഒരു എരിവുണ്ട്, എത്ര പേരുടെ അകത്ത് ഒരു പുകച്ചിലുണ്ട്. അന്ത്യകാലഘട്ടത്തിന്റെ ലക്ഷണം എടുത്തു നിരത്തുമ്പോൾ പൗലോസ് എന്ന പ്രവാചക വര്യൻ തിമോഥെയോസിനോട് പറഞ്ഞു കൊടുക്കുന്ന അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയ മനുഷ്യർ സ്വസ്നേഹികൾ, വമ്പ് പറയുന്ന ബ്രഹ്മകാരികൾ, ദൂഷകന്മാർ, അമ്മയപ്പന്മാരെ അനുസരിച്ച് അങ്ങനെ 18 കൂട്ടം കാര്യം പറയുമ്പോൾ അതിൽ 3 സ്നേഹം പറഞ്ഞിട്ടുണ്ട്. സ്വസ്നേഹം, ദ്രവ്യസ്നേഹം, സുഖലോലുപതയോടുള്ള സ്നേഹം. ഇന്ന് ഭക്തി കളഞ്ഞിട്ട് ആത്മീയരുടെ അകത്തേക്ക് കയറി വന്നത് 3 സ്നേഹമുണ്ട്. ഒന്നുകൂടെ ആഡ് ചെയ്താൽ 4 സ്നേഹം. സ്വസ്നേഹം, ദ്രവ്യസ്നേഹം, സുഖലോലുപതയോടുള്ള സ്നേഹം, 4 ലോകസ്നേഹം. ഇത് കായിൻ്റെ മാർഗമാണ്, കായിൻ്റെ വഴി. ഇതാ ഇതിലേക്ക് കയറി നടക്കാൻ 4 സ്നേഹവുമായി പിശാച് വശീകരിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവസ്നേഹം പോയോ? ദൈവസ്നേഹത്തിൻ്റെ ആഴം അതാണ് എഫെസോസ് സഭയോട് പറയുന്നത്, ആദ്യ സ്നേഹത്തിൽ നിന്ന് വീണു. സ്തോത്രം.
ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു വരാറായോ എന്ന ചോദ്യത്തിന് ഇതിൽ നല്ല ഉത്തമ ഉദാഹരണം ലഭിക്കാനില്ല. ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത് അപകടകരമാണ്. സ്വസ്നേഹത്തേക്കാൾ വലുതാ ദ്രവ്യാഗ്രഹം. വേദപുസ്തകത്തിൽ മടങ്ങിവരവില്ലാത്ത ഏകപാപം ദ്രവ്യാഗ്രഹമാണെങ്കിൽ ആത്മീയരുടെ ലക്ഷ്യമെന്താ? ഇന്നത്തെ ആത്മീയരുടെ ലക്ഷ്യത്തിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് ദ്രവ്യാഗ്രഹമാണ്, സുഖലോലുപതയോടുള്ള സ്നേഹമാണ്. അത് ജനിപ്പിക്കുന്ന പ്രസംഗങ്ങളും ആശയങ്ങളുമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമെങ്കിൽ ഇന്ന് രാത്രി മടങ്ങി വരണം. എവിടെയാ? യേശു വരാറായി. നിന്റെ നാടിതല്ല, നിന്റെ വീടിതല്ല, നീ ഇവിടെ പരദേശിയാണ്, നീ ഇവിടെ പ്രവാസിയാണ്, നീ ചിതറിപ്പാർക്കുന്ന വിശുദ്ധനാണ്. നിന്റെ നാട്, നിന്റെ വീട്, നിന്റെ പ്രാണനാഥൻ ഒരുക്കുന്ന മറുകരയില. നിനക്ക് വേണ്ടതെല്ലാം അത് കണ്ടു വേണം ഇവിടെ ജീവിക്കാൻ. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ഓരോ ആത്മീകനും അവനോട് തന്നെ പ്രവചിക്കേണ്ടത്, ഞാൻ പ്രവാസിയാണ്, ഞാൻ പരദേശിയാണ്, ഞാൻ ചിതറിപ്പാർക്കുന്നവനാ. നോഹയുടെ കാലഘട്ടത്തിൽ ഇത്രത്തോളം വരുന്ന മൃഗീയമായ അബദ്ധസഞ്ചാരത്തെ കണ്ടുകൊണ്ട് നോഹ ഇതല്ല നോക്കുന്നത്. നോഹ നോക്കിയത് വീഴുന്നവരെയല്ല, വഴിമാറിപ്പോകുന്നവരെയല്ല. ഭൂരിപക്ഷത്തെ നോക്കിയാൽ വഴിമാറിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ നോഹ നോക്കിയത് ഭൂരിപക്ഷത്തെയല്ല. നമുക്ക് പറ്റുന്ന അപകടം ഭൂരിപക്ഷത്തെയാണ്. നമ്മളതാ ചോദിക്കുന്നത്, അവരൊക്കെ ആ പാസ്റ്റർ എങ്ങനെ, മറ്റേ ആ അസഭക്കാരെങ്ങനെ, മറ്റേ അപ്പുറത്ത് അവരോ, ഇവർക്ക് കുഴപ്പമില്ലേ? കർത്താവ് പറഞ്ഞത്, കഴിയുമെങ്കിൽ വൃതന്മാരെ തെറ്റിക്കാൻ സാത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കും. അടുത്ത് പറയാണ്, അനേകരും എൻ്റെ പേരെടുത്ത് വന്ന് നിങ്ങളെ തെറ്റിക്കും, പലരും നിങ്ങളെ തെറ്റിക്കും. അപ്പം തെറ്റിക്കാൻ വരുന്ന എണ്ണം കുറവല്ല, കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നത് മൈനോറിറ്റിയായി മാറും. അതാണ് നോഹയുടെ കാലഘട്ടത്തിൻ്റെ പ്രശ്നം. നോഹയുടെ കാലഘട്ടത്തിൽ 8 പേരടങ്ങുന്ന സംഘത്തിൽ നോഹയ്ക്ക് മാത്രം കൃപയുണ്ടായിരുന്നു എന്ന് എഴുതുമ്പോൾ ആ തലമുറ അത്രത്തോളം വഴിമാറി പോകുമ്പോഴും നോഹ ദൈവകൃപയിൽ നിന്നു. തനിക്കുള്ളതെല്ലാം വിറ്റുപെറുക്കി പെട്ടകം പണിയാൻ ഭൂരിപക്ഷത്തെയല്ല നോക്കിയത്. തൻ്റെ വീട്ടിൽ തൻ്റെ വലിയപ്പച്ചൻ മെഥൂശലഹിന് പ്രായം കൂടുമ്പോൾ തൻ്റെ അകത്തൊരു പുകച്ചിലുണ്ട്. ഇതാണ് എനിക്കുള്ള ദർശനം, ഇതാണ് എനിക്ക് തന്ന ഓർമ്മപ്പെടുത്തൽ. എൻ്റെ വലിയപ്പച്ചൻ മണ്ണിൽ തീരും മുൻപ് ഈ പ്രപഞ്ചത്തിൽ ഒരു വലിയ സംഭവം നടക്കാൻ പോകുക. ആ വെളിപ്പാടിലാണ് നോഹ വിറ്റു പെറുക്കി പെട്ടകം പണിതതെങ്കിൽ ഓർക്കണേ, പെട്ടകത്തിൽ കയറുന്നത് വരെ ഒരു ഭോഷനെ പോലെ ചുവട് വെക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതിയുടെ സമയത്ത് പേടകമടച്ചു, ആഴിയുടെ കിളിവാതിൽ തുറന്നു, ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നു. ന്യായവിധിയുടെ ക്രോധകലശം മഴയായി പെയ്തിറങ്ങുമ്പോൾ ഇത് കൂട്ടാക്കാതെ പോയവർ ന്യായവിധിയിൽ ചത്തുമലച്ചു പൊങ്ങുമ്പോൾ നോഹ പ്രളയ ജലത്തിന്റെ മുകളിൽ പേടകത്തിൽ ഉയർന്നു പോയെങ്കിൽ ഇന്ന് രാത്രി ദൈവകൃപയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന, കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കുന്ന, ലോകത്തെ നോക്കാതെ പാപവഴിയെ നോക്കാതെ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന നിന്നെ ചേർക്കാൻ യേശു വരും.